Teachers, welcome back. Now let us discuss. In the previous class we already gone through the tenses and the different tenses. So now let us discuss the lesson 29, the active and passive voice. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻസസും അതിൻ്റെ ഫോംസും ആയിരുന്നു. ആ 14 ഫോംസും നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലെസൺ 29, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. അതെങ്ങനെ നമ്മൾ ഓരോ വോയിസിലേക്ക് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ വോയിസിൻ്റെയും ഡിഫറൻസും അത് ചേഞ്ച് ചെയ്യുമ്പോൾ സബ്ജക്റ്റിന് അതുപോലെ തന്നെ അതിൽ ഒബ്ജക്റ്റിനൊക്കെ എന്തൊക്കെ മാറ്റം വരുന്നു എന്നൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ സിമ്പിളാണ്, പക്ഷേ കുറച്ചൊരു കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ട് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ഒരു കീൻ ഒബ്സർവേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് പറഞ്ഞാലോ. സോ ദ ലെസൺ 29, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. The basic difference between the active voice and the passive voice is that in an active voice sentence the subject is active. It means the subject is the doer of the action. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ആക്റ്റീവ് വോയിസിനെ കുറിച്ചിട്ടാണ്. ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇത്ര മാത്രം ഓർത്താൽ മതി. ആക്റ്റീവ് വോയിസിൽ സബ്ജക്റ്റ് ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്ജക്റ്റാണ് അവിടെ ആ വർക്ക് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ സബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഇൻ ദ കേസ് ഓഫ് പാസീവ് വോയിസ് അത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല, പക്ഷേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ ആക്റ്റീവ് വോയിസുകളിൽ സെൻറ്റൻസസിൽ നമ്മളെ ഇത് പറയില്ലേ, കർത്താവും ക്രിയ എന്നൊക്കെ പറയില്ലേ, സബ്ജക്റ്റും അതുപോലെ തന്നെ വേർബും. അപ്പോൾ സബ്ജക്റ്റ്, ഇറ്റ് മീൻസ് ദ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ദ ആക്ഷൻ. അതിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കും നമ്മളെ ആക്ഷൻ പ്രവൃത്തി ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ സബ്ജക്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ 1-2 എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിഫൈഡ് ആവും. ദ ടീച്ചർ പണിഷ് ദ റൂഡ് ബോയ്. ദ ടീച്ചർ പണിഷ് ദ റൂഡ് ബോയ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ സബ്ജക്റ്റ് ആരാ? ടീച്ചറാണ്. ദ ടീച്ചർ പണിഷ് ദ റൂഡ് ബോയ് പറയുമ്പോൾ ടീച്ചർ സബ്ജക്റ്റാണ്. ടീച്ചറാണ് അവിടെ ആ കുട്ടിയെ പണിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ചറാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ. ദ സ്റ്റുഡൻറ്റ് ബോട്ട് എ ബുക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അതിൽ ആ സ്പെസിഫിക് ആണ് അവിടെ ദ സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ദ സ്റ്റുഡൻറ്റ് ബോട്ട് എ ബുക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്ക് ബോട്ട് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ. അപ്പോൾ സബ്ജക്റ്റ് ആയിരിക്കും ആ ഒരു പ്രവൃത്തി. ആക്റ്റീവ് വോയിസ്, ഇൻ ദ കേസ് ഓഫ് ആക്റ്റീവ് വോയിസ് ദ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. ഇത്രയാണ്. അപ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. ഇൻ ദ കേസസ് ഓഫ് ആക്റ്റീവ് വോയിസസ് ദ സബ്ജക്റ്റ് ഈസ് ദ ഡൂവർ ഓഫ് ആക്ഷൻ. ആൻഡ് ഇനി അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇനി പാസീവിൻ്റെ കാര്യത്തിൽ നോക്കൂ. ഇൻ എ പാസീവ് വോയിസ് സെൻറ്റൻസ് ഈസ് എ സബ്ജക്റ്റ്. സെൻറ്റൻസ് ദ സബ്ജക്റ്റ് ഈസ് പാസീവ്. അപ്പോൾ അതിൽ സബ്ജക്റ്റ് പാസീവ് ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഡൂ ദ ആക്ഷൻ. അതിൽ ആക്ഷൻ അവിടെ പ്രവൃത്തി അവിടെ നടക്കുന്നില്ല, മറിച്ച് ബട്ട് ദ ആക്ഷൻ ഈസ് ഡൺ ടു ഇറ്റ്. അല്ലെങ്കിൽ ആ ആക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ മേലിലോ അല്ലെങ്കിൽ ഒരാൾക്കെതിരെയോ അങ്ങനെയൊക്കെ ആയിരിക്കും ആ ആക്ഷൻ നടക്കുക. അയാൾക്ക് ഒരിക്കലും അയാൾ ചെയ്യില്ല, മറിച്ച് അയാളിലേക്ക് ആ ആക്ഷൻ പ്രവൃത്തി അയാളിൽ ചെയ്യുന്നതാണ് പറയുന്നത്. ഇറ്റ് സിംപ്ലി സഫർ ദ ആക്ഷൻ. ആ വ്യക്തിയോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്ന ആക്ഷൻ അത് അയാൾ സഫർ ചെയ്യുക അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് അവിടെ പാസീവാണ്, സബ്ജക്റ്റ് നിഷ്ക്രിയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ റൂഡ് ബോയ് വാസ് പണിഷ്ഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ സബ്ജക്റ്റ് നോക്കൂ, ദ റൂഡ് ബോയ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റ്.
ബോയ് അവിടെ സഫററാണ്, അല്ലെങ്കിൽ ആ ടീച്ചർ തരുന്ന പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങുന്ന ആ ബോയ് അവിടെ സഫറർ, അല്ലെങ്കിൽ മേ ബി അവിടെയുള്ള പാസീവായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്, അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സ്റ്റുഡൻ്റാണ്. ഇവിടെ സബ്ജക്റ്റ് പാസീവാണ്, ഒന്നും ചെയ്യുന്നില്ല. ആ സബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടീച്ചറെ ആക്ഷൻ അയാളെ മേൽ പതിക്കുകയാണ് കേട്ടോ. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഓൺലി ട്രാൻസിറ്റീവ് വെർബ് വിത്ത് ഒബ്ജക്ട്സ് ഇൻ ദി ആക്റ്റീവ് വോയിസസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു പാക്റ്റീവ് വോയിസ്. അതായത് ട്രാൻസീവ് വേർബ്സിനെ മാത്രമേ നമുക്ക് ആക്റ്റീവ് വോയിസ്, ട്രാൻസീവ് വേർബ്സിൽ ഉള്ള ഇതിനെ മാത്രമേ നമുക്ക് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദ വേർബ് ഈസ് ട്രാൻസിറ്റീവ് വി ക്യാൻ മേക്ക് ഇറ്റ്സ് സെൻറ്റൻസ് പാസീവ്. അതായത് ഇൻട്രാൻസിറ്റീവ് ആയിട്ടുള്ള വേർബ്സിനെയും നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാം. ഇനി നോക്കൂ, ദ ബേബി ഈസ് സ്ലീപ്പിംഗ്. ഇവിടെ കുട്ടി ഉറങ്ങുകയാണ്. അതിന് ഒരു നോ പാസീവ്. കാരണം എന്താ, പ്രവൃത്തി അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. മറിച്ച് നേരെ മറിച്ച് വേറെ ഒരു സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ദ ബേബി ഈസ് സ്ലീപ്പിംഗ് പറയുമ്പോൾ അവിടെ ഒന്നും നടക്കുന്നില്ല, നോ പാസീവ്. അതിനൊരു പാസീവ് വോയിസ് ഇല്ല, ഓൺലി ആക്റ്റീവ് വോയിസിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പാസീവായിട്ടുള്ള സംഭവങ്ങൾ നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രാൻസിറ്റീവ് വേർബ്സിനെ മാത്രമേ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതായത് കർത്താവ്, ക്രിയ, കർമ്മം, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ 3 സംഭവങ്ങളുള്ളതിനെ മാത്രമേ പാസീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ റൂള്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ 3 സംഭവങ്ങളുള്ളതിനെ മാത്രമേ നമുക്ക് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബുകൾ പാസീവ് വോയിസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രാൻസിറ്റീവ് വെർബുകൾക്ക് പാസീവ് വോയിസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ബേബി സ്ലീപ്പിംഗ് അതിന് എക്സാമ്പിളാണ് ഇൻട്രാൻസിറ്റീവ് വെർബിന്. ഇനി അടുത്ത് നോക്കൂ, ദ സൺ ഈസ് ഷൈനിങ്, അതിനൊരു പാസീവ് വോയിസ് ഉണ്ടോ? ഇല്ല. അതേപോലെ ഷീ റൺസ് എവറി ഡേ, അതും പാസീവാണ്. ഇത് നോക്കൂ, അടുത്തൊരു എക്സാമ്പിൾ, ദ കാർ വാസ് ഡ്രിവൺ ബൈ ഹിം. ഇതിലെന്താ, ദ ആക്ഷൻ ഈസ് ഡൺ ബൈ ഹിം നോട്ട് ബൈ ദ കാർ. ഇതിലൊക്കെ ആക്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ പ്രവൃത്തി മറ്റൊരാളാണ് ചെയ്യുന്നത്, അല്ലാതെ ആ കാറല്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാറല്ല നടക്കുന്നത്, അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യുന്നത് കാർ തന്നെയല്ലല്ലോ, വേറൊരു വ്യക്തിയാവില്ലേ. അത്തരം സന്ദർഭങ്ങളിൽ അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വേർബിന് പാസീവ് വോയിസ് ഉണ്ടാവില്ല. മറിച്ച് ട്രാൻസിറ്റീവ്, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ 3 സംഭവങ്ങളുള്ളതിനെ മാത്രം സെൻറ്റൻസസുകളെ മാത്രം നമുക്ക് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻ ദ കേസ് ഇൻ ആക്റ്റീവ് വോയിസ് എ വെർബ് ഹാസ് 14 ഫോംസ്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് 14 ഫോംസ് ഉണ്ടെന്ന്. അതിന് സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തരത്തിലും 4 അങ്ങനെ 14 ഫോം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ടെൻസിന്. ബട്ട് ഇൻ എ പാസീവ് വോയിസ് ഇറ്റ് ഹാസ് ഓൺലി 10 ഫോംസ്. പാസീവ് വോയിസിൽ അതിന് 10 ഫോംസേ കാണൂ, അല്ലെങ്കിൽ 10 ഫോമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടീഷണലും കണ്ടീഷണൽ പെർഫെക്റ്റും ഒഴിവാക്കി 10 ടെൻസേ പാസീവ് വോയിസിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ passive form in lesson 4 we study the various tenses and their forms in the active voice. Here are various tenses in their corresponding passive forms. അപ്പോൾ ഇവിടെ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒരുപോലെ കൊടുത്തിട്ടുണ്ട്. ടെൻസും അതിൻ്റെ ആക്റ്റീവും പാസീവ് വോയിസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. പ്രസൻറ്റ് സിമ്പിളിൽ പറയുന്നു ഹി ലവ്സ് ഹെർ. പാസീവ് വോയിസ് ആകുമ്പോൾ ഷീ ഈസ് ലൗഡ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഹി ഈസ് ലവിങ് ഹെർ. അപ്പോൾ പാസീവ് ഫോം ആകുമ്പോൾ ഷീ ഈസ് ബീയിങ് ലൗഡ് ഹെർ. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹി ഹാസ് ലൗഡ് ഹെർ. പാസീവ് ഫോം ഷീ ഹാസ് ബീൻ ലൗഡ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് he has been loving her.
നോ പാസീവ്, അതിന് പാസീവ് ഫോം ഇല്ല. പിന്നെ സിമ്പിൾ പാസ്റ്റ് സിമ്പിളിൽ ഹി ലവ്ഡ് ഹർ, ഷീ വാസ് ലവ്ഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് ഹി വാസ് ലവിങ് ഹർ. പാസീവ് ഫോം ഷീ വാസ് ബീയിങ് ലവ്ഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹി ഹാഡ് ലവ്ഡ് ഹർ. അതിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഹി ഹാഡ് ലവ്ഡ് ഹർ. പാസീവ് ഫോം ഷീ ഹാഡ് ബീൻ ലവ്ഡ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹി ഹാഡ് ബീൻ ലവിങ് ഹർ, അതിന് പാസീവ് ഫോം ഇല്ല. ഇനി ഫ്യൂച്ചർ സിമ്പിൾ പറയുന്നത് ഹി വിൽ ലവ് ഹർ, ഷീ വിൽ ബി ലവ്ഡ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഹി വിൽ ബി ലവിങ് ഹർ, നോ പാസീവ് ഫോം. ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹി വിൽ ഹാവ് ലവ് ഹർ, ഷീ വിൽ ഹാവ് ബീൻ ലവ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഹി വിൽ ഹാവ് ബീൻ ലവിങ് ഹർ, അത് നോ പാസീവ് ഫോം. ഇനി കണ്ടീഷണൽ ഫോംസ് ഏതൊക്കെയാണ് പറഞ്ഞത്? ഹി വുഡ് ലവ് ഹർ, ഷീ വുഡ് ബി ലവ്ഡ്. കണ്ടീഷണൽ പെർഫെക്റ്റ് ഹി വുഡ് ഹാവ് ലവ്ഡ് ഹർ, ഷീ വുഡ് ഹാവ് ബീൻ ലവ്ഡ്. അപ്പോൾ ഇത് അതിൻ്റെ ടെൻസും അതിൻ്റെ ആക്റ്റീവും പാസീവ് ഫോംസാണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ടെൻസസ് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ആക്റ്റീവും പാസീവും സെൻറ്റൻസസ് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സസൈസ് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. എനിവേ താങ്ക്സ് എവറിബഡി, താങ്ക്സ് എ ലോട്ട്.